നോർമൽ കേസിൽ ഒരു മാക്സിമം 10-15% വേരിയേഷനാണ് സാധാരണ കണ്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പർച്ചേസിംഗ് കമ്മിറ്റി അതിന്റെ റീസൺസ് അനലൈസ് ചെയ്യുക. ഇത് അർജന്റ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ നടത്തുക, അല്ലെങ്കിൽ റീടെൻഡർ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത്രയും വൈഡ് വേരിയേഷൻ എന്ന് പറയുന്നത് അവിടെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റീടെൻഡർ ചെയ്യുക, അടുത്ത ഓപ്ഷൻസ് ബെറ്റർ ഓപ്ഷൻസ് നോക്കുക. അതാണ് മെയിനായിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ AGS ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. AGS ഓഫീസിലായിരുന്ന സമയത്ത് ഒരു 35 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു 10 വർഷത്തോളം KSEBയുടെ വിവിധ ഓഫീസുകളിൽ ഓഡിറ്റ് ചെയ്യാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം കിട്ടിയ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 2022 ഗൈഡ് ലൈൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഗൈഡ് ലൈൻസ് സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ സർക്കാരിന്റെ ഫണ്ട് വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന, സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റുകളിലാണെങ്കിലും സെൻട്രലിലാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അവരവരുടെ സ്ഥാപനത്തിന് യോജിച്ച വിധത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിന്റെ ഗവൺമെന്റ് അപ്രൂവലോട് കൂടിയാണ് ഇത് നടപ്പാക്കുന്നത്. KSEBയിലും ഇതേ കാര്യങ്ങൾ തന്നെ അവർ അഡോപ്റ്റ് ചെയ്ത് മാനുവൽ റിവൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി, കോമ്പറ്റീറ്റീവ്നെസ്, ഫെയർനെസ്, എലിമിനേഷൻ ഓഫ് ആർബിട്രേഷൻ, എഫിഷ്യൻസി ഓഫ് എക്കോണമി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട പ്രൊസീജിയറാണ് താഴെ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ വേണ്ടത്, ഒരു വസ്തു നമ്മൾ പ്രൊക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നീഡ് അസസ്മെന്റ് നടത്തണം. നീഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വാങ്ങിക്കാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ പ്രൊക്യൂർ ചെയ്യാനുള്ള വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് ഒരു അസസ്മെന്റ് നടത്തിയിരിക്കണം. ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന്, ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ്, കൊട്ടേഷൻ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നാം കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. രണ്ടാമത് ബിഡ് ഇവാലുവേഷൻ. ബിഡ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, ടെൻഡർ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ സപ്ലയേഴ്സ് ആ ഫോം ഫില്ല് ചെയ്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് തരുന്നതാണ് ബിഡ്. ആ കിട്ടുന്ന ബിഡ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, അതിന്റെ ബേസിൽ ഫൈനലായിട്ട് നമ്മൾ കോൺട്രാക്ട് അവാർഡ് ചെയ്യും. അങ്ങനെ അവാർഡ് ചെയ്യുന്ന കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേജ് വരെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 4 സ്റ്റേജില് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ, വിവിധ പ്രൊക്യൂർമെന്റ് തലങ്ങളിൽ അതിന്റെ അംഗീകാരം, ടെൻഡർ അല്ലെങ്കിൽ ബിഡ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് വിലയുടെ ന്യായയുക്തത ഉറപ്പിക്കുക. അതിന് ആവശ്യം വേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ വർക്കിന്റെയോ ചെലവ് എത്രയാണ്, എത്ര വരും എന്ന് എങ്ങനെയാണ് അത് റിയലിസ്റ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ വസ്തുനിഷ്ഠമായിരിക്കണം, യാഥാർത്ഥ്യബോധത്തോടുള്ളതായിരിക്കണം എന്നാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് നമ്മൾ പറയുന്നത് ഇതിന് വേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ മാർക്കറ്റ് പ്രൈസ് അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് അസസ് ചെയ്യുന്നതിന് CVC ഗൈഡ് ലൈൻസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസസ് അസർട്ടൈൻ ചെയ്യണം. അതുപോലെ തന്നെ ബജറ്ററി കൊട്ടേഷൻ എന്ന് പറയുന്നത്, ബജറ്ററി കൊട്ടേഷൻ അതുപോലെ പബ്ലിഷ്ഡ് കാറ്റലോഗ്, MRP ഫ്രോം 1 or more പ്രോസ്പെക്റ്റീവ് സപ്ലയേഴ്സ്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ഡേറ്റ നമ്മുടെ കോസ്റ്റ് എസ്റ്റിമേറ്റിന് ഉപകരിക്കുന്നതാണ്. പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, കമ്പനി തന്നെ കഴിഞ്ഞ പർച്ചേസ് നടത്തിയതിന്റെ ഒരു എസ്റ്റിമേറ്റ് റേറ്റ് നമുക്ക് ഇതിന് ഒരു അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ സാമ്യമുള്ള ഐറ്റത്തിന്റെ റേറ്റ് നമുക്കൊരു മാനദണ്ഡമായിട്ട് എടുക്കാം. പിന്നെ കോസ്റ്റിംഗ് അനാലിസിസ്, കോസ്റ്റിംഗ് ഓഫ് വേരിയസ് കമ്പോണൻസ്, റോ മെറ്റീരിയൽസ്, വിവിധ ഘടകങ്ങൾ, അസംസ്കൃത സാധനങ്ങൾ, ഇതിനുപയോഗിക്കുന്ന ഈ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് അനാലിസിസ് ചെയ്തെടുക്കാം. പിന്നെ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഏജൻസീസ് വഴി കളക്ട് ചെയ്യാം. പിന്നെ പ്രൈസ് ഇൻഡീസസ് നമുക്ക് വിവിധ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, asiamarket.com, ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച്, IMF സൈറ്റ്, IEMI സൈറ്റ് മുതലായ സൈറ്റുകളിൽ നിന്ന് നമുക്കിത് അവൈലബിൾ ആകും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ ബേസിലാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോസ്റ്റ് നമുക്ക് അറിയുക ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഫോർമുലേഷൻ ഓഫ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനാണ്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഓർഡർ പ്ലേസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയലിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം, ഈ ടെൻഡറിൽ ഉൾക്കൊള്ളിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ്
ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈക്വൽ ചാൻസ് ടു വിൻ. ഒരു സിറ്റുവേഷനിൽ അവരാരും എലിമിനേറ്റ് ചെയ്യപ്പെടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത ക്ലോസുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. വൈഡ് സ്പ്രെഡ് കോമ്പറ്റീഷൻ കിട്ടാൻ ലഭ്യമാകത്തക്ക രീതിയിൽ തന്നെയായിരിക്കണം ഈ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടത്. ഇത് എക്സ്ക്ലൂസീവ്ലി നമുക്ക് വേണ്ട ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അത് വേറെ സാഹചര്യം. ഇത് ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അടുത്തത് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഷുഡ് ബി അൺഅംബിഗസ്. അൺഅംബിഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തത ഉണ്ടായിരിക്കണം, കൃത്യമായതുള്ളതായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, പ്രവർത്തനക്ഷമതയുള്ളതായിരിക്കണം, ബ്രോഡ് മൈൻഡഡ് ആയിരിക്കണം. ഇതുപോലെ വളരെ വോട്ട് ചെയ്യാനായിട്ട് ആരെ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതെ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് വേണം ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട്. പിന്നെ അവോയ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ വർക്ക്മാൻഷിപ്പ്, മെറ്റീരിയൽ എക്വിപ്മെന്റ് കോമൺലി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് സിമിലർ പ്രോഡക്ട്സ്. അപ്പൊ ഈ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് നമ്മുടെ കോമ്പറ്റീറ്റീവ്നെസ് നമ്മൾ അവോയ്ഡ് ചെയ്യരുത് എന്നാണ് CVC ഗൈഡ്ലൈൻസ് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ കഴിവതും മെട്രിക് യൂണിറ്റില് ഡയമെൻഷൻസ് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ സസ്റ്റൈനബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് ലീഗൽ റിക്വയർമെന്റ്, എൻവയൺമെന്റ് പൊല്യൂഷൻ, പരിസ്ഥിതിക മലിനീകരണം, അതിനെ സംബന്ധിച്ച നിയമ സാധ്യതകളെല്ലാം കംപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഫോം ചെയ്യേണ്ടത്. അതായിട്ട് ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സ്പെസിഫിക്കേഷൻസ് ഫോർ സക്സസ്ഫുൾ സിമിലർ റിക്വയർമെന്റ് ഇൻ അതർ ഓർഗനൈസേഷൻസ്. ഈ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കൊടുത്ത് അവരുടെ ഒബ്ജക്റ്റീവ്സ് വളരെ ഭംഗിയായിട്ട് നിറവേറ്റാൻ പറ്റിയ സാഹചര്യങ്ങളിൽ അവരിൽ നിന്ന് നമുക്ക് ഈ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വെച്ച് നമുക്ക് മോഡലായിട്ട് എടുക്കുന്ന ചെയ്യാവുന്നതാണ്. പിന്നെ കമൻസറേറ്റ് വിത്ത് വാല്യൂ ഫോർ മണി. അപ്പൊ കൊടുക്കുന്ന പണത്തിന് മൂല്യം ഉറപ്പുവരുത്തുന്നതാകണം. അത് എൻഷുർ ചെയ്തുകൊണ്ടായിരിക്കണം ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കൊടുക്കേണ്ടത്. അവോയ്ഡ് ഒബ്സലീറ്റ് ഐറ്റംസ്, കാലഹരണപ്പെട്ട സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ള നമ്മൾ ഈ കണ്ടീഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തത് ഓപ്റ്റിമം എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കണം. ഫ്യൂവൽ അല്ലെങ്കിൽ പവർ കൺസംഷൻ വളരെ മിനിമം ആയിരിക്കണം. എൻവയൺമെന്റൽ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. റെഡ്യൂസ്ഡ് നോയ്സ് അല്ലെങ്കിൽ എമിഷൻ ലെവൽസ് അത് കുറഞ്ഞ ലെവലിലായിരിക്കണം. ലോ മെയിൻ്റെനൻസ് കോസ്റ്റ്, കുറഞ്ഞ ചെലവേ വരാൻ പാടുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളിൽ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പ്രധാനമായിട്ട് കൊടുക്കുക. അടുത്തത് എസെൻഷ്യൽ ടെക്നിക്കൽ പർട്ടിക്കുലേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. അപ്പൊ അതിനകത്ത് നമുക്ക് വായിക്കേണ്ട സാധനങ്ങളുടെ സ്കോപ്പ് ഓഫ് സപ്ലൈ, അതുപോലെ എൻഡ് യൂസ്, എല്ലാ സാങ്കേതിക ഗുണപരമായ പ്രവർത്തനക്ഷമത, പാരിസ്ഥിതിക പ്രകടന സവിശേഷതകൾ, മറ്റ് ആവശ്യകതകൾ, മെറ്റീരിയൽ ഘടന, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പർട്ടിക്കുലേഴ്സ് കൊടുക്കാനായിട്ട്. അടുത്തതിന്റെ ഡ്രോയിങ്സ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം, ആവശ്യപ്പെടണം. അതിനകത്ത് ഒരു 5-8 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അടുത്തത് പറ്റുന്ന BIS മാർക്ക്ഡ് ഐറ്റംസ് ആണ്, പറ്റുന്നുണ്ടെങ്കിൽ അത്ര അത് ഉൾക്കൊള്ളിക്കുക. പിന്നെ നമ്മൾ കോൺട്രാക്ട് ഒരു വലിയ ലാർജ് ക്വാണ്ടിറ്റി ഐറ്റംസ് ഓർഡർ ചെയ്ത് വരുന്നതിന് മുമ്പായിട്ട് ഈ ടെൻഡർ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കണ്ടീഷൻ ഇൻക്ലൂഡ് ചെയ്യണം, ഈ സ്പെസിഫിക്കേഷൻ. അതെന്താണെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ ഇവർ ഉണ്ടാക്കിയിട്ട് ആദ്യമേ നമുക്ക് കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉള്ള അപാകതകൾ പരിഹരിച്ച് വേണം അടുത്ത സ്റ്റേജിലേക്ക് ഫുൾ ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് തുടങ്ങാനായിട്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പാക്കിങ്ങിന് എന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യകത ഉണ്ടെങ്കിൽ അത് പറയണം. നമ്മളുടെ റിക്വയർമെന്റിന് പറ്റിയ രീതിയിലുള്ള ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കണം. ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരുന്നതിന് മുമ്പ് അതിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ അതിന്റെ അപ്രൂവൽ എല്ലാം ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം വേണം ഫൈനൽ ബൾക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കും. പിന്നെ നമ്മളുടെ ഈ ഡെലിവറി ചെയ്ത് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് അതിന്റെ കംപ്ലീഷൻ, മെറ്റീരിയൽ കംപ്ലീറ്റ് ഡെലിവറി ചെയ്യുന്നതിന്, പിന്നെ അതിന്റെ ഇൻസ്റ്റലേഷൻ, കമ്മീഷനിങ്, ട്രെയിനിങ്, ടെക്നിക്കൽ സപ്പോർട്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, ആഫ്റ്റർ സെയിൽ സർവീസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഈ ടെക്നിക്കൽ പർട്ടിക്കുലേഴ്സിൽ പറയണം. വാറന്റി റിക്വയർമെന്റ് പറയണം. ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഓഫ് ബിഡേഴ്സ്, അപ്പൊ ആരൊക്കെയാണ് നമ്മൾക്ക് സാധനം സപ്ലൈ ചെയ്യുന്നത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം. പിന്നെ നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആവശ്യകത ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ അത് ഉൾക്കൊള്ളിക്കണം. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ എസെൻഷ്യൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ. അടുത്തായിട്ട് ഒബ്റ്റെയിനിങ് ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ബജറ്ററി സാങ്ഷൻ.
before granting such approval, it should be certified that funds in the budget are available and the liability for this component is noted against the total available budget. In the case of urgency, the procurement urgency certificate should be included justifying the urgency. ഈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആനുവൽ ബഡ്ജറ്റിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാണെന്നും ഇതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും എമർജൻസി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ എമർജൻസി എന്താണെന്ന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റോടും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അടുത്തതായിട്ട് ടെക്നിക്കൽ പ്ലാനിങ്. After receipt of the intent, the procuring authority should take the following decision to initiate procurement. Prescription, technical sanction വെച്ചിട്ട് ഈ ഇന്റന്റ് റിവ്യൂ ചെയ്ത് അതിൻ്റെ അത് പൂർണ്ണത ഉറപ്പുവരുത്തിയിട്ട് എല്ലാം കംപ്ലീറ്റ് ആണെന്നും വാല്യൂ ഫോർ മണി, വൈഡസ്റ്റ് കോമ്പറ്റീഷൻ, ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും റിവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇതിന് ഈ പ്ലാനിങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ സമയത്ത് തീരുമാനിക്കുന്ന കാര്യമാണ് ഏത് രീതിയിലുള്ള ടെൻഡറാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഏത് മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പർച്ചേസ് കൊടുക്കുന്നവർ, അതായത് ഒരു പ്രൊക്യൂർമെന്റ് അതോറിറ്റി, അതുപോലെ തന്നെ സപ്ലയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, കൺസൾട്ടൻസ്, ഇവര് ആരാണ് ഈ അവാർഡ് സപ്ലൈ ചെയ്യുന്നവര്, അവര് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. They are obliged under Code of Integrity for Public Procurement സുവമോട്ടർ ഡിക്ലെയർ ചെയ്യണം. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻവോൾവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് അതിനകത്ത് കൊടുത്തിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ടെൻഡറിൽ പാലിച്ചിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷാർഹമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തിരിക്കണം. അതിന് ബിഡ് ഇവാലുവേഷനിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് നടത്തുന്ന പരിശോധന, കമ്പാരിസൺ ഓഫ് ബിഡ്സ് തുടങ്ങിയ പ്രക്രിയയിലൂടെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നതിന് നടത്തുന്ന പ്രക്രിയയാണ് ബിഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ബിഡ് ഇവാലുവേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കിട്ടുന്നതെല്ലാം ഓർഡറിൽ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. ആ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും അപാകതകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഫൈനലൈസ് ചെയ്യുക. എന്റെ L1 കിട്ടിയിരിക്കുന്ന കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ L1 കിട്ടിയിരിക്കുന്ന സപ്ലയർക്ക് ഇത് അവാർഡ് ചെയ്യുക, കോൺട്രാക്ട് അവാർഡ് ചെയ്യുക. ഇതാണ് ജനറൽ ആയിട്ടുള്ള നമ്മുടെ നടപടിക്രമങ്ങൾ. വളരെ കൃത്യമായിട്ടുള്ള ഒരു നീഡ് അസസ്മെന്റും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും വേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെൻഡർ പബ്ലിഷ് ചെയ്യുന്നത്. ആ ടെൻഡർ പ്രകാരം കോട്ട് ചെയ്യുമ്പോൾ നോർമൽ കേസിൽ ഒരു 10 മാക്സിമം 10-15% വേരിയേഷനാണ് സാധാരണ കണ്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പർച്ചേസിംഗ് കമ്മിറ്റി അതിന്റെ റീസൺസ് അനലൈസ് ചെയ്യുക. ഇത് അർജന്റ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ നടത്തുക, അല്ലെങ്കിൽ റീടെൻഡർ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത്രയും വൈഡ് വേരിയേഷൻ എന്ന് പറയുന്നത് അവിടെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റീടെൻഡർ ചെയ്യുക, അടുത്ത ഓപ്ഷൻസ്, ബെറ്റർ ഓപ്ഷൻസ് നോക്കുക. ഇതാണ് മെയിനായിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത്.